ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കേരള സ്റ്റൈൽ നാടൻ തേങ്ങ അരച്ച മീൻകറിയാണ് വെക്കാൻ പോകുന്നത്. നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്നത് കുറച്ച് കായൽ മീനാണ്. അത് കുറേ കായൽ മീനിൻ്റെ മിക്സാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മളതൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഉഗ്രൻ തേങ്ങാക്കറി വെക്കാൻ പോവാണ്. അതൊക്കെ നമ്മൾ ഫസ്റ്റ് വെട്ടി വൃത്തിയാക്കുക. അതിന് ആവശ്യമായിട്ടുള്ള തേങ്ങ നമ്മൾ തിരുവിയെടുക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലോട്ട് നമ്മുടെ ആവശ്യാനുസരണം തേങ്ങ ഇടുക. അതിലോട്ട് 3-4 കൊച്ചുള്ളി, പിന്നെ കുറച്ച് ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ലേശം മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി കുറച്ച് കൂടുതലിടും. അതിന് വേണ്ടേ അത് അരച്ച് പേസ്റ്റ് രൂപമാക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ചട്ടി വെച്ചിട്ട് ചട്ടിയിലോട്ട് നമ്മൾ അരപ്പൊഴിക്കുക. കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്യാം. അതിലേക്ക് ആവശ്യാനുസരണം നമ്മളിവിടെ 2 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അത് കീറിയിടും. അപ്പോഴേക്കും നമ്മളിത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ടൈമിൽ കൊണ്ട് നമുക്ക് മീൻ പൊരിക്കാനുള്ള അരപ്പ് സെറ്റ് ചെയ്യാം. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചിയുടെ പേസ്റ്റ് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കൊരു പാൻ റെഡിയാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പില ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ പൊടിയാതെയും കറക്റ്റ് ഷേപ്പ് തന്നെ കിട്ടാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും മീൻ വറക്കുമ്പോൾ. അങ്ങനെ നമ്മൾ മീനൊക്കെ പൊരിക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അരപ്പ് ഇവിടെ തിളച്ച് വന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനൊക്കെ പെറുക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും അരപ്പൊക്കെ ആ മീനിലോട്ട് പിടിക്കാനും ഒക്കെ അത് നന്നായിരിക്കും. നമ്മുടെ മീനപ്പം ആ ടൈം കൊണ്ട് നമ്മുടെ മീനും വേണ്ട ഇതായിട്ടുണ്ട്. ഒരു സൈഡ് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. അത് മറിച്ചിട്ട് കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറി ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദാണ്ട തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ നാടൻ തേങ്ങ അരച്ച കായൽ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. മീൻ ഫ്രൈയും ഏറെക്കുറെ എല്ലാം സെറ്റായിട്ടുണ്ട്. അതെ, അതും 2 സൈഡും പാകമായിട്ടുണ്ട് മൂപ്പൊക്കെ. ഇനിയിപ്പം നമുക്ക് ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്തിട്ട് അരപ്പൊക്കെ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മീൻ ഫ്രൈയും അവിടെ ഏറെക്കുറെ എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.